തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കേട് ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് ഒരു നാടൊന്നാകെ. 9 മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിൽ 7 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 4 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. DNA പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്നുള്ള 7-അംഗ മെഡിക്കൽ സംഘം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ അപകട സ്ഥലത്ത് 34 പേർ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തലെന്ന് DGP രവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 പേഴ്സൺസ് ഡെഡാണ്. 5 പേരിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി നേരത്തെ അവർക്കൊരു പരിക്കില്ലാതെ. 2 പേർക്ക് പരിക്ക് കിട്ടിയതിന് ശേഷം അവർ കുറച്ച് സിറ്റുവേഷന് ശേഷം they have gone back to their homes. സ്ഫോടനം നടന്ന സ്ഥലത്ത് കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ കൂടുതൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. ജോയ്മോൻ ജോസ് സംഭവ സ്ഥലത്ത് നിന്നും അബ്ദുൾ റഹീം ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ജോയ്മോനിലേക്ക് പോവുകയാണ്. ജോയ്മോൻ, ഈ പറഞ്ഞതുപോലെ ഇന്നലെ അവസാനിപ്പിച്ച ദൗത്യം ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിരുന്നു. ഫോറൻസിക് സംഘം അടക്കം അവിടെ എത്തിയുള്ള പരിശോധന. ഇന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. അതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യവും. ഈ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ അത് പൂർണ്ണമായും കത്തിപ്പോവുകയോ അതല്ലെങ്കിൽ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ അല്പം മുൻപ് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥലത്തെ സാഹചര്യം എന്താണ് ജോയ്മോൻ? സേതു, നിലവിൽ ഇപ്പോൾ പോലീസിന്റെയും മറ്റ് സേനകളുടെയും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സംഘമായാലും ഇപ്പോൾ ആദ്യം എത്തിയ സംഘം സാമ്പിളുകൾ ശേഖരിച്ച് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കറിയാം, ഇന്ന് രാവിലെ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ഈ 11 മണിക്ക് ശേഷം ഇത്തരത്തിൽ 2 സാമ്പിളുകൾ ഈ ദൗത്യ സംഘത്തിലുള്ള പലരും ചേർന്ന് ശേഖരിക്കുകയുണ്ടായി. അല്ലെങ്കിൽ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. ഇതിന്റെ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രം അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണോ ശരീരഭാഗങ്ങളാണോ ഇതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്നും നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മറ്റ് എവിടെയെങ്കിലും കൂടി എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് നിലവിൽ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും DGP രവാഡ ചന്ദ്രശേഖർ നമ്മളോട് പ്രതികരിച്ചതിൽ ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 34 പേർ ഇത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊരു കണക്ക് DGP പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ 34 പേർ രക്ഷപ്പെട്ടു. അതിൽ 3 സ്ത്രീകളുണ്ട്. പിന്നാലെ ഈ മരണസംഖ്യയാണെങ്കിൽ 9 എന്നാണ് DGP പറയുന്നത്. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞു. ഇപ്പോൾ ഇന്നലെ 3 പേരെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇന്ന് 2 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരു മൃതദേഹം, അതായത് തിരിച്ചറിഞ്ഞ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നിലവിലൂടെ പരിശോധന തുടരുകയാണ്. അപ്പോൾ നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്തമായിരുന്നു. ഈ വലിയ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. ഇത്തരത്തിൽ അപകടത്തിൽ ആർക്കൊക്കെ പരിക്കേറ്റു അല്ലെങ്കിൽ ആരാണ് ഈ അപകടത്തിൽ അല്ലെങ്കിൽ സ്ഫോടനത്തിൽ ബാധിക്കപ്പെട്ടവർ എന്നതിൽ ഒരു കൃത്യമായ കണക്കിലായിരുന്നു. DGP ഇപ്പോൾ പറയുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ എല്ലാം കൃത്യമാണ്. അത് 34 പേർ രക്ഷപ്പെട്ടു, 13 പേർ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട്. അതുപോലെ തന്നെ 9 പേർ മരണപ്പെടുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ ഈ വെടിക്കെട്ട് അപകടം അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് 18 പേരടങ്ങുന്ന സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനെ ക്രൈംബ്രാഞ്ച് തൃശൂർ കമ്മീഷണർ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക. അതുകൂടാതെ തന്നെ ഈ സംഭവ സ്ഥലമായ ഈ സ്ഫോടനം നടന്ന ഈ സ്ഥലത്ത് പരിശോധന നടത്താനായി പ്രത്യേക സംഘമുണ്ട്. അത് ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിലായിരിക്കും ഇവിടുത്തെ പരിശോധനകൾ. അതായത് നമുക്ക് ഇനിയും ഇതിന്റെ കാരണം, അതായത് ഇത്തരത്തിലൊരു വലിയ സ്ഫോടനം ഉണ്ടാവാനുണ്ടായ കാരണം എന്താണെന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. അത് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. അതിലൊരു കൃത്യത കൂടി വരേണ്ടതുണ്ട്. അതിനായിട്ട് ഈ പ്രത്യേക സംഘം ഈ സംഭവ സ്ഥലത്ത് മാത്രം പരിശോധന നടത്തുക. അതായത് കൃത്യമായ പരിശോധനകളിലൂടെ വേണം എന്താണ് ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ DGP പറഞ്ഞ കണക്ക് പ്രകാരം 34 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രക്ഷപ്പെട്ടവരുമായിട്ട് ഇപ്പോൾ ഈ സ്ഫോടനത്തിന്റെയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ ഒരു ഷോക്കിലാണ് ഇവർ. അപ്പോൾ ഇവർ ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറി ഇത് തന്നെ അവരോട് സംസാരിക്കുന്നതിലൂടെ കൂടുതൽ വ്യക്തത ഈ കാര്യങ്ങളിൽ വരും. അതായത് എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു, എത്ര പേർ ബാധിക്കപ്പെട്ടു, ഇതിൽ കൂടുതൽ ഈ കണക്കിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി വ്യക്തത വരും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ്. അപ്പോൾ നിലവിൽ ഇവിടെ പരിശോധന
തുടരുകയാണ്. അതായത് കടാവർ നായ്ക്കളും അതുപോലെ തന്നെ ഡ്രോൺ പരിശോധനയും അതുപോലെ തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മറ്റ് സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ DGP പറഞ്ഞ അല്ലെങ്കിൽ DGPയുടെ വാക്കുകൾ നമുക്ക് മറ്റ് ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. അതായത് നിലവിൽ ആദ്യഘട്ടത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ 6 മണി മുതൽ പരിശോധന നടക്കുമ്പോഴത്തേക്ക് ഈ ശരി ജോയ്മോനെ, അല്ലെങ്കിൽ ഇപ്പം ഈ പ്രദേശത്ത് തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിലേറെ സങ്കടകരമായ കാര്യം ഇപ്പോഴും ശരീരാവശിഷ്ടങ്ങൾ പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിനി ആശുപത്രി അപ്ഡേറ്റ്സും കൂടി നോക്കണം. റഹീമുണ്ട് ആശുപത്രിയിൽ നിന്ന്. റഹീമെ, ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പല മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു. അത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ആ മോർച്ചറിയുടെ മുൻപിൽ നിന്നും വരുന്നതൊക്കെയും. അപ്പം നിലവിലെ ആശുപത്രി അപ്ഡേറ്റ്സ് എന്താണ്? സേതു, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മരിച്ചവരിൽ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മലപ്പുറം എടപ്പാൾ സ്വദേശിയായിട്ടുള്ള വിജയന്റെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവർ അദ്ദേഹത്തെ കണ്ട് തിരിച്ചറിയുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ മരിച്ചവരിൽ ഒരാൾ കൂടെ. അതായത് നേരത്തെ 2 പേരുടെ മൃതശരീരങ്ങളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആരാണ് എന്നതിൽ കണ്ടെത്താനുള്ളൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അതിൽ ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഒരാളുടെ, അതായത് മണികണ്ഠൻ എന്ന ആളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതോടുകൂടി ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുണ്ടായിരുന്ന 2 ആളുകളെ കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ, അതിന്റെ DNA പരിശോധനാ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള രാജീവ് ഗാന്ധി ഇതിൽ നിന്നുള്ള ആളുകൾ 7-അംഗ സംഘം എത്തുകയും DNA പരിശോധന സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പരിശോധനകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഏകദേശം 21-ലധികം ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോൾ ഈ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. എത്തിക്കുന്ന മൃതദേഹ ശരീരങ്ങളെല്ലാം തന്നെ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി മാറ്റുകയാണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ രാവിലെ തന്നെ തൃശൂർ, കൂടാതെ തൃശൂരിന് പുറമെ പാലക്കാട്, കൂടാതെ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് എന്നിങ്ങനെ 4 സ്ഥലങ്ങളിൽ നിന്ന് കൂടിയുള്ള ആരോഗ്യ വിദഗ്ധർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ആ ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള പരിശോധനയും മറ്റുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റഹീമിലേക്ക് ഞാൻ മടങ്ങിയെത്തി. ഇപ്പോൾ ഇതിൽ റഹീം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളെയും കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരിച്ചവരിൽ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലപ്പുറം എടപ്പാൾ സ്വദേശിയായ വിജയൻ, അദ്ദേഹത്തെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊരു സങ്കടകരമായ വാർത്തയാണ് ഇപ്പം ആശുപത്രിയിൽ നിന്ന് റഹീം കൂടി പങ്കുവച്ചത്.